സുഖിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം തന്നെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ സൂമിൽ മീറ്റിങ്ങിനായി കടന്നു വരുവാൻ കർത്താവായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതായ പ്രയാസങ്ങളിൽ ആരും പ്രയാസങ്ങളകപ്പെട്ടു പോകുവാൻ, സാരമായ പ്രയാസത്തിൽ ആയിത്തീരുവാനിടയാകാതെ വണ്ണം, അനർത്ഥങ്ങൾ വ്യസന കാരണങ്ങളായി തീരാതെ വണ്ണം കർത്താവ് നമ്മെ പരിപാലിച്ച വലിയ ദയക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ സന്നിധാനത്തിൽ നാം കടന്നു വരുമ്പോഴൊക്കെ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുമാറാകട്ടെ. അനേകർ അപ്രതീക്ഷിതമായ പ്രയാസങ്ങളിൽ പെട്ടതായ അനേക സാക്ഷ്യങ്ങൾ, അനേക അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുവാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മിൽ ആർക്കും തന്നെ അങ്ങനെയുള്ളതായ വലിയ പ്രയാസങ്ങൾ നേരിടുവാനിടയാകാതെ ദൈവം നമ്മളെ പരിപാലിച്ചു കൊണ്ടിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. മീറ്റിങ്ങിനായിട്ട് കടന്നു വരുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കഴിയുന്നതും വീഡിയോ ഓൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്കും സംസാരിക്കുവാൻ അതൊരു പ്രചോദനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളതായ ചിന്ത വരുമ്പോഴാണ് സംസാരിക്കുവാനുള്ളതായ ആഗ്രഹം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കുവാനുള്ളതായ ആഗ്രഹം വരുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വചനം തുറന്നു തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുന്നതായ കാര്യങ്ങളൊന്നും കാണാതെ പഠിച്ച് പറയുന്നതായ കാര്യങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. പഠന വിഷയമാണെങ്കിൽ പോലും അതിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരുവാൻ വിശ്വസ്തനാണ്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ശബ്ദം ദൈവവചനത്തിൽ കൂടെ കേൾക്കുവാൻ കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ് എന്ന് നമുക്കറിയാം. മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിന്റെ സൃഷ്ടികൾക്കെല്ലാം തന്നെ അതൊരു അനുഗ്രഹകരമായ വിഷയമാണ്. മനുഷ്യർക്ക് എങ്ങനെയാണത് അനുഗ്രഹകരമായി തീരുന്നത് എന്ന് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നാം ചിന്തിപ്പാനായിട്ടിടയായി. സ്തോത്രം. വിവിധ തലങ്ങളിൽ ദൈവത്തെ അറിയുന്ന ദൈവജനത്തിന്, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ മണവാട്ടി സഭയ്ക്ക് മാത്രമല്ല ദൈവത്തെ അറിയുകയും ദൈവജനത്തെ അറിയുകയും ചെയ്യുന്നതായ ജനത്തിന്, പ്രൈസ് ദി ലോർഡ്, അത് എങ്ങനെ അനുഗ്രഹകരമായി തീരുമെന്നുള്ള കാര്യം നാം കഴിഞ്ഞ 2 ആഴ്ചകളിലായി ചിന്തിപ്പാനായിട്ടിടയായി തീർന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ജന്തുലോകത്തിനും സസ്യലോകത്തിനും മഹത്വ പ്രത്യക്ഷത ബാധകമാകും എന്ന് പറയുവാനായിട്ടിടയായി. അത് വെറുതെ പറഞ്ഞതല്ല, വേദപുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ടാണത് അങ്ങനെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ജന്തുലോകത്തിനും സസ്യലോകത്തിനും മഹത്വ പ്രത്യക്ഷത എങ്ങനെ ബാധകമാകും? പ്രൈസ് ദി ലോർഡ്. നമുക്ക് നേരത്തെ നമ്മൾ വായിച്ചതായ വേദഭാഗത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയതായ ലേഖനത്തിന്റെ 8-ാം അധ്യായം 18 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 18, 19, 20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. മതി. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. I reckon that the suffering of this present time are not worthy to be compared with the glory which shall be revealed in us. നമ്മിൽ വെളിപ്പെടുവാനുള്ളതായ തേജസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ മനുഷ്യരായ നമ്മിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ജനം, എന്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? കർത്താവിന്റെ മണവാട്ടി സഭയായി തിരഞ്ഞെടുക്കപ്പെട്ടതായ തന്റെ ജനത്തിന് വെളിപ്പെടുവാനുള്ളതായ ഒരു തേജസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ തേജസ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ടെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ
സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് എഴുതാൻ കാരണം പൗലോസിന് ആ തേജസ്സിനെ കുറിച്ച് വ്യക്തമായ അറിവ് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് പൗലോസിന് അറിവ് ലഭിച്ചത്? ദമസ്കോസിന്റെ പടിവാതിലിൽ വെച്ച് കർത്താവിന്റെ വിളി കേട്ടു എന്നത് മാത്രമല്ല, ആ വിളിയുടെ മുമ്പിൽ പൗലോസ് സമർപ്പിച്ചു കൊടുത്ത് കർത്താവ് പറഞ്ഞതുപോലെ അനുസരിപ്പാനായി പൗലോസ് തന്റെ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. തുടർന്നുള്ളതായ 3 വർഷം കർത്താവിങ്കിൽ നിന്ന് താൻ നേരിട്ട് പഠിക്കുവാനായിട്ടിടയായി. അപ്പോ പൗലോസിനൊരു കാര്യം മനസ്സിലായി, ക്രിസ്തുവിന്റെ കഷ്ടത തന്റെ ശരീരത്തിൽ ഇനിയും പൂരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പൗലോസിന് മനസ്സിലായി. അപ്പോ അത് കേൾക്കുന്നതായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഇപ്പോ പൗലോസ് ക്രിസ്തുവിന്റെ കഷ്ടത തന്റെ ശരീരത്തിൽ പൂരിപ്പിക്കണം എന്നുള്ളതായ ചിന്ത പൗലോസിന് വന്നു എങ്കിൽ കർത്താവ് ക്രൂശിൽ സഹിച്ചതായ കഷ്ടതകൾ അപൂർണമാണോ എന്ന് കേൾക്കുന്നതായ ഒരു വ്യക്തിക്ക് സംശയം തോന്നുവാനായിട്ടിടയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറയട്ടെ, മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായത് എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രൂശിൽ നിർവഹിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അതിനുവേണ്ടി താൻ സഹിക്കേണ്ടതായ കഷ്ടതയുടെ 100% കർത്താവ് തികയ്ക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവിന്റെ കഷ്ടതയോട് ഇനിയും ഒന്ന് കൂട്ടേണ്ടതില്ല. രക്ഷയ്ക്ക്, മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നതായ സകല കാര്യവും കർത്താവ് ക്രൂശിൽ അത് നിർവഹിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു, കഷ്ടത ഉൾപ്പെടെ. എന്നാൽ പൗലോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാനായിട്ട് കാരണം? പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ നിയോഗിക്കപ്പെട്ടതായ ആ പ്രത്യേക സ്ഥലത്ത്, അതായത് ആ പാലസ്തീനിൽ കർത്താവിന്റെ ശുശ്രൂഷ താൻ ഏറ്റെടുത്തതായ ആ ആദ്യ നിമിഷം മുതൽ തന്നെ കർത്താവിന് പ്രയാസങ്ങളുടെ പരമ്പര അനുഭവിക്കേണ്ടതായി വന്നു. അതിന്റെ മൂർധന്യാവസ്ഥ കാൽവറി ക്രൂശിലാണെന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ളതായ ദൂതറിയിക്കുവാനായി നിയോഗിതനായ കർത്താവ് തന്റെ ശരീരത്തിൽ കഷ്ടതയേൽക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത് തന്റെ ശുശ്രൂഷയ്ക്കായി താൻ എവിടെയൊക്കെ നിയോഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ കർത്താവാണ് കടന്നുപോയതെങ്കിൽ കർത്താവിന് എന്ത് കഷ്ടത സഹിക്കേണ്ടി വരുമോ ആ കഷ്ടത എന്റെ ശരീരത്തിൽ ഞാൻ നിർവഹിക്കണം. പാലസ്തീനിൽ സ്വർഗരാജ്യ സുവിശേഷം അറിയിക്കേണ്ടതിന് കർത്താവിന്റെ പിതാവായ ദൈവം തന്നിലേൽപ്പിച്ചതായ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിന് പൗലോസ് കർത്താവ് എന്തെല്ലാം കഷ്ടതകൾ അനുഭവിച്ചു. പാലസ്തീനിൽ അയക്കേണ്ടതിന് പകരം തന്നെ കൊരിന്ത്യയിലേക്ക് അയച്ചെങ്കിൽ ആ കൊരിന്തിൽ ചെല്ലുമ്പോൾ കർത്താവ് എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കണമോ, അവിടെ സുവിശേഷം സ്ഥാപിക്കപ്പെടേണ്ടതിന് എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കണമോ ആ കഷ്ടതകൾ അയക്കപ്പെടുന്നതായ വ്യക്തി ഏൽക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഓരോ ദേശത്തും ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതായ കർത്താവിന്റെ ഭക്തന്മാർ കടന്നു പോകുമ്പോൾ ആ ദേശത്തിന്റെ പ്രത്യേകതയനുസരിച്ച് ആ ദേശത്തിന്റെ ഭരണതലങ്ങളുടെ, മാനുഷിക ഭരണകൂടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഓരോ ദേശത്തിന്റെ മേലും ഭരിക്കുന്നതായ സാധാന്യ മണ്ഡലമുണ്ട്. ഓരോ ദേശത്തിന്റെ മേലുമുള്ളതായ സാധാന്യ മണ്ഡലത്തിന്റെ പ്രവർത്തനക്ഷമതയനുസരിച്ച്, പ്രവർത്തന രീതി അനുസരിച്ച് അവിടെ സുവിശേഷം അറിയിക്കുവാൻ പോകുന്നവരുടെ മേൽ അവർ സഹിക്കേണ്ടതായ കഷ്ടത, പ്രൈസ്, അതൊരു വേരിയന്റ് ആയിരിക്കും, അത് വ്യത്യസ്തമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂറോപ്പിൽ സുവിശേഷം അറിയിക്കുവാൻ പോകുന്നതായ വ്യക്തി അനുഭവിക്കേണ്ടതായ കഷ്ടതയായിരിക്കുകയില്ല സൗദിയിലേക്ക് ഒരാൾ കടന്നുപോയാൽ, പ്രൈസ് ദി ലോർഡ്, അവിടെയുള്ളതായ വേദനയായിരിക്കുകയില്ല ഒരുപക്ഷെ ചൈനയിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടത്, ചൈനയിലേക്ക് കടന്നു പോകുന്നതായ ഒരു വ്യക്തി അനുഭവിക്കേണ്ടതല്ല വേദനയായിരിക്കുകയില്ല.
നോർത്ത് ഇന്ത്യയിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി അനുഭവിക്കേണ്ടതായ കഷ്ടതകൾ, ഓരോ വ്യക്തികളും സുവിശേഷത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്നതായ സ്ഥലത്തേക്ക് അയക്കപ്പെടുമ്പോൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ആ സ്ഥലത്ത് സാത്താൻ എത്രത്തോളമാണ് അധികാരം സ്ഥാപിച്ചിരിക്കുന്നത് എന്നതിനടിസ്ഥാനപ്പെടുത്തി ഓരോ വ്യക്തിയും സുവിശേഷ നിർവഹണത്തിന് വേണ്ടി തന്റെ ശരീരത്തിൽ കഷ്ടത ഏൽക്കേണ്ടി വരും. ക്രിസ്തുവിന് വേണ്ടിയുള്ളതായ കഷ്ടതയുടെ ഭൂരിതം അങ്ങനെയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ളതായ കഷ്ടത അവരവരുടെ ശരീരത്തിൽ പൂരിപ്പിക്കേണ്ടത് അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി അനുഭവിക്കുന്നതായ കഷ്ടത ആയിരിക്കുകയില്ല മറ്റൊരുവൻ അനുഭവിക്കേണ്ടത്. ഒരുവനിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷയുടെ സ്വഭാവം അനുസരിച്ച്, അവൻ നിയോഗിക്കപ്പെടുന്നതായ സ്ഥലത്തിന്റെ പ്രത്യേകത അനുസരിച്ച്, അവനിൽ വ്യാപരിക്കുന്നതായ ദൈവകൃപയുടെ അളവനുസരിച്ച് പ്രൈസ് ദി ലോർഡ് അവൻ സഹിക്കേണ്ടതായ കഷ്ടതകൾക്ക് വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത മനസ്സിലാക്കി അവരവർ ഹല്ലേലൂയ അവരവരുടെ ജീവിതത്തിൽ പൂരിപ്പിക്കേണ്ടതായ കഷ്ടതകൾ ജഡത്തിൽ പൂരിപ്പിക്കണം. അങ്ങനെ പൂരിപ്പിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിരാശപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായ തേജസ് എന്താണെന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് അതെങ്ങനെ മനസ്സിലായി? പൗലോസിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ പാരമ്യം വളരെ കൂടുതലായതുകൊണ്ട് തന്റെ ജീവിതത്തിൽ പകരപ്പെടുവാനിരിക്കുന്നതായ തേജസ്സിനെ കുറിച്ച് പൗലോസിന് നേരിട്ട് കർത്താവ് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. അതിനെന്താ ചെയ്തത്? പൗലോസ് ഹല്ലേലൂയ എതിരാളികളാൽ പീഡിപ്പിക്കപ്പെട്ട് മരണാസന്നനായി അവൻ വലിച്ചെറിയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശരീരത്തിൽ വേദനയോടുകൂടെ താൻ മരണാസന്നനായി കിടക്കുമ്പോൾ പൗലോസിന് പ്രൈസ് ഒരു സ്വർഗീയ വെളിപ്പാട് ലഭിക്കാനായിട്ടിടയായി. ആ വെളിപ്പാടിനെ കുറിച്ചാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ ഹല്ലേലൂയ സ്വർഗത്തോളം, മൂന്നാം സ്വർഗത്തോളം തന്നെ എടുക്കപ്പെട്ടു. ജീവനോടെയാണോ ജീവൻ കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു എന്ന് പറഞ്ഞ് തന്നെ കുറിച്ചുള്ളതായ ഒരു സാക്ഷ്യം. ആ സംഭവം നടന്ന് 14 വർഷം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യമായി അറിയിക്കേണ്ടതായ ഒരു സന്ദർഭം വന്നപ്പോൾ പൗലോസ് തന്റെ സാക്ഷ്യം പ്രസ്താവിച്ചിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ വായിപ്പാനായിട്ട് കഴിയും. അങ്ങനെ കഷ്ടതയുടെ അല്ലെങ്കിൽ മരണത്തിന്റെ പടിവാതിലോളം ചെന്നതായ പൗലോസ് പ്രൈസ് ദി ലോർഡ് ദൈവത്താൽ എടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം തന്റെ മേൽ വന്നതുകൊണ്ട് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് തനിക്ക് ലഭിക്കാനിരിക്കുന്നതായ തേജസ്സിനെ കുറിച്ച് ഒരാളവ് അവൻ പ്രാപിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. അതിന്റെ ഫലമായിട്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ പൗലോസ് പ്രൈസ് ദി ലോർഡ് ദൈവജനത്തിന് വരുന്നതായ തേജസ്സിന്റെ അളവിനെ കുറിച്ച് എഴുതുവാൻ പൗലോസിന് കഴിഞ്ഞത്. കൊരിന്ത്യ ലേഖനം കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായ 1-ാം ലേഖനം 15-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവജനത്തിന്റെ മേൽ കടന്നു വരുന്നതായ തേജസ്സിന് വ്യത്യസ്തമായ അളവുണ്ട് എന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് ചില വാക്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 40 മുതലുള്ളതായ ചില വാക്യങ്ങൾ പൗലോസ് എഴുതുകയാണ്. സ്വർഗീയ ശരീരങ്ങളും ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. അപ്പൊ മരിച്ചവരായിരിക്കുന്നത് കൊരിന്ത്യയിലുള്ളതായ വിശ്വാസികളെ
ഉറപ്പിക്കുന്നതിന് വേണ്ടി പൗലോസ് എഴുതുകയാണ്. പ്രിയ വിശ്വാസികളെ, നമുക്കൊരു പുനരുത്ഥാനമുണ്ട് കേട്ടോ. അങ്ങനെ പുനരുത്ഥാനത്തിനു വേണ്ടി തയ്യാറായിരിക്കുന്നതായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം, പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ എല്ലാവരും ഒരേ തേജസ്സോടുകൂടി അല്ല എന്ത് ചെയ്യുന്നത്, പുനരുത്ഥാനം പ്രാപിക്കുന്നത്. പൗലോസ് എഴുതുകയാണ്, മരിച്ചവരുടെ പുനരുത്ഥാനവും യൗവണ്ണം തന്നെ, യൗവണ്ണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെയാണ്, ഭൗമ ശരീരങ്ങളുടെ ഈ ലോകത്തെ ശരീരത്തിന്റെ തേജസ് വേറെയാണ്. ഉദാഹരണത്തിന് വാനഗോളങ്ങളെ ചൂണ്ടി പൗലോസ് പറയുകയാണ്, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങൾക്ക് തമ്മിൽ നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നവരെ കുറിച്ചുള്ളതായ ആ അറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. പുനരുത്ഥാനത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോ ഒരാളിന് ലഭിക്കുന്നതായ തേജസ് ആയിരിക്കുകയില്ല മറ്റൊരാളിന് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോ അത് പ്രതിബിംബിക്കുവാൻ, അത് പ്രതിഫലിപ്പിക്കുവാൻ നാം എത്രത്തോളം യോഗ്യരാണ് എന്ന് കണക്കാക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ക്രിസ്തുവിന് വേണ്ടി നാം സഹിച്ചതായ കഷ്ടതയുടെയും നാം ചെയ്തതായ പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മിൽ നിന്ന് തേജസ് വമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് ഒരു കാര്യം പൗലോസ് വ്യക്തമാക്കുകയാണ്. സ്തോത്രം. തേജസ് ദൈവജനത്തിന് പ്രാപിപ്പാനിരിക്കുന്നതായ തേജസ് ഒന്നല്ല, അത് പടിപടിയായിട്ടുള്ളതായ ഉയർച്ചയിലേക്ക് വരുന്ന ഒരു തേജസ്സാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ ഒരു വ്യക്തിയുടെ അറിവ് പരിമിതമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് കടന്നു പോകുമ്പോൾ അവന് കിട്ടുന്നതായ അറിവ് വീണ്ടും വികാസം പ്രാപിക്കുകയാണ്. വീണ്ടും ഹയർ കോഴ്സിലേക്ക് പോകുമ്പോ അതേ വിഷയത്തിൽ തന്നെ അവന്റെ അറിവിന് വികാസം വരും. പ്രൈസ് ദി ലോർഡ്. അവൻ തന്റെ ആ അറിവ് തന്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോ ആ അറിവ് വീണ്ടും വികസിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. പ്രായം ചെല്ലുന്തോറും ആ അറിവ് വികസിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നതായ തേജസ്. പ്രൈസ് പടിപടിയായിട്ട് അതിനൊരു ഉയർച്ചയുണ്ട്. 5 ഘട്ടങ്ങളിലായി തേജസ്സിന് വ്യത്യാസം വരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അത് വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. ഈ ഭൂമിയിലായിരിക്കുമ്പോ നമുക്ക് ഈ ലഭിക്കുന്നതായ തേജസ് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് വ്യത്യാസം വരിക? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആ വിവിധ ഘട്ടങ്ങളിൽ ഉള്ളതായ തേജസ്സിന് വരുന്നതായ വ്യത്യാസം ഈ ഭൂമിയിൽ വെച്ച് ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഓരോ ദിവസം കഴിയുന്തോറും അവന്റെ ശരീരത്തിന് സംഭവിക്കുന്നതായ രൂപാന്തരത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കണം. എങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കണം? വായിക്കാൻ നമുക്ക് കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് എഴുതുകയാണ്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ രൂപാന്തരത്തിന്റെ പടികൾ മുകളിലോട്ട് കയറുവാനായിട്ടിടയായിട്ട് തീരും. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ നമുക്ക് ദൈവത്താൽ ആ തേജസ്സിന്റെ ആരംഭഘട്ടത്തിലേക്ക് വരും. പാപത്തിന്റെ പിടിയിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്ന്, പ്രൈസ് ദി ലോർഡ്, ആ കറപിടിച്ച അനുഭവത്തിൽ നിന്ന്, ആ ഉപയോഗശൂന്യമായ, കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ ചീഞ്ഞ് മാറിയതായ ആ അവസ്ഥയിൽ നിന്ന്, സാൽവേജായിരിക്കുന്നതായ അവസ്ഥയിൽ നിന്ന് സാൽവേഷനിലേക്ക് വരുമ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ ആ അഴുക്കുകൾ മാറി നമ്മുടെ മുഖം പ്രശോഭിപ്പാനായിട്ടിടയായിട്ട് തീരും.
പക്ഷെ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോ നാം ദൈവവചനം വായിക്കുവാൻ ആരംഭിക്കുകയാണ്, ദൈവവചനം കേൾക്കുവാൻ ആരംഭിക്കുകയാണ്, ദൈവവചനം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ഒരു വ്യക്തിയെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് നാം അറിയുവാനുള്ളതായ ആ പടികൾ നാം താണ്ടുകയാണ്. ഓരോ ദിവസവും വചനം വായിക്കുമ്പോ, ഓരോ ദിവസവും പ്രസംഗം കേൾക്കുമ്പോ, ഓരോ ദിവസവും വചനം പഠിക്കുമ്പോ ആ വചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണം. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിന്റെ അഴുക്കുകൾ ചുരണ്ടി കളഞ്ഞുകൊണ്ടിരിക്കണം. ദൈവവചനം എന്നതായ കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മുടെ മുഖത്തെ ആ അഴുക്കുകൾ അല്ലെങ്കിൽ പാപത്തിന്റെ അഴുക്കുകൾ മാറ്റി പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ആ പ്രതിബിംബ, കർത്താവിന്റെ ശോഭ നമ്മുടെ മുഖത്തടിക്കുമ്പോ ആ ശോഭ തിരിച്ച് പ്രതിബിംബിക്കത്തക്കതായ വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം മിനുസപ്പെട്ടുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണാടി സങ്കല്പിക്കുക. ആ കണ്ണാടി ഉപയോഗശൂന്യമായി നമ്മള് ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് ചെളിയും നിറഞ്ഞ് പൊടിയും നിറഞ്ഞ് കിടക്കുന്നതായ അവസ്ഥയാണ് ആ കണ്ണാടി. എന്നാൽ ആ കണ്ണാടി നാം കണ്ട് ഒരു ദിവസം ആ കണ്ണാടി എന്ത് ചെയ്തു? നമ്മുടെ കൈ കൊണ്ട് പൊക്കിയെടുത്തു. എന്നിട്ട് ആ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്നതായ അഴുക്കുകളൊക്കെ നാം അത് ചുരണ്ടിക്കളഞ്ഞു. അത് തേച്ച് മിനുക്കി കഴുകി വെടിപ്പാക്കി കഴിയുമ്പോ പ്രൈസ് ദി ലോർഡ് അതിൽ പതിക്കുന്നതായ പ്രകാശം അതുപോലെ അത് പ്രതിബിംബിക്കുവാനായിട്ടിടയാകും. അഴുക്കു വരേണ്ടതായ ഒരു കണ്ണാടിയിൽ നിന്ന് പ്രകാശം റിഫ്ലക്ട് ചെയ്യുവാൻ പ്രയാസമാണ്. എന്നാൽ അഴുക്കുമാറിയതായ കണ്ണാടിയിൽ നിന്ന് അതിന്മേലടിക്കുന്നതായ പ്രകാശത്തെ ഹല്ലേലൂയ അതിന്റെ അഴുക്കിന്റെ കുറവനുസരിച്ച് പ്രൈസ് ദി ലോർഡ് ആ പ്രകാശം റിഫ്ലക്ട് ചെയ്യുവാനിടയായിട്ട് തീരുന്നത് പോലെ ദൈവവചനം എന്നതായ കണ്ണാടിയിൽ കൂടെ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ ഓരോ ദിവസവും കണ്ടെത്തി ആ കുറവുകളെ തേച്ച് കളഞ്ഞ് ആ കുറവുകളെ മാറ്റിക്കളഞ്ഞ് അഴുക്കുകളെ മാറ്റിക്കളഞ്ഞ് നമ്മുടെ മുഖം എന്ത് ചെയ്യുക? കർത്താവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിപ്പാനായിട്ടിടയാകും. എന്തിനാണ് ദൈവം നമുക്ക് പ്രൈസ് ദി ലോർഡ് ഈ ഭൂമിയിൽ ആയുസ് തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം? ഈ ലോകപ്രകാരം എന്തെങ്കിലും നേടി വലിയവരാകാൻ വേണ്ടിയാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. അത് ലോകപ്രകാരം അതിന്റെ ലക്ഷ്യം അത് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ അതല്ല അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ തന്നെ വരുവാനിരിക്കുന്നതായ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമെന്നുള്ളതാണ്. നമ്മെ തന്നെ ഒരുക്കണം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാ ഒരുക്കേണ്ടത്? ഓരോ ദിവസവും വചനപ്രകാരം നമ്മെ തന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. അതിനാണ് കർത്താവിന്റെ ദാസന്മാർ വചനം സംസാരിക്കുന്നത്. അതിനാണ് നിങ്ങൾ വചനം പഠിക്കണമെന്ന് പറയുന്നത്. അതിനാണ് വചനം അനുസരിക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇക്കാലങ്ങളിൽ വചനം കേൾക്കുവാൻ ആർക്കും വലിയ താല്പര്യമില്ല, വചനം പഠിക്കുവാൻ ഒട്ടും താല്പര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഉള്ളത്തിലേക്ക് നിർബന്ധമായി എത്രമാത്രം വചനം നാം അവരുടെ യൗവനപ്രായത്തിന് മുമ്പ് ഉള്ളത്തിൽ നിറയ്ക്കുവാൻ കഴിയുമോ അത്രത്തോളം വചനം നാം അവരുടെ ഉള്ളത്തിൽ കുത്തി നിറയ്ക്കണം. അത് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വാക്യം, രണ്ടു വാക്യം, ഒരു വാക്യം പറഞ്ഞു വിടുകയല്ല. എന്താ ചെയ്യേണ്ടത്? ദൈവവചനം എത്രത്തോളം അവരെ നിർബന്ധമായി അവരുടെ ഉള്ളത്തിൽ ചെലുത്തുവാൻ കഴിയുമോ അത് ഉള്ളത്തിൽ നിറയ്ക്കുന്നത് നല്ലതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് അറിയണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഒന്നാമത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതായ തേജസ്സിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നതായ വിഷയമാണ്. ഇനി രണ്ടാമത്തെ പടി എന്താ നോക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. വായിക്കാം നമുക്ക് യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതയാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. ദൈവം പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വചനമനുസരിച്ച് നാം ദൈവത്തിന്റെ വചനത്തോടുകൂടെ യാത്ര ചെയ്ത് കർത്താവിന്റെ മുമ്പ് കേട്ടതുപോലെ ദിനംതോറും നാം വചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ നമ്മൾ ആരായിരിക്കുകയാണ്? ദൈവമക്കളായിരിക്കുകയാണ്. അടുത്തതാകുവാൻ പോകുന്ന രണ്ടാമത്തെ സ്റ്റേജ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മുടെ കവർത്തപ്പെട്ട കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം കർത്താവിനോട് സദൃശന്മാരാകും. രണ്ടാമത്തെ സ്റ്റേജാണ്. നാം എപ്പോഴാണ് കർത്താവിനെ കാണുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ നാം കർത്താവിനെ കാണും. നമ്മുടെ ഈ ശരീരം മാറും, ഈ ദ്രവത്വമുള്ളതായ ശരീരം മാറും, ഈ ബലഹീനമായ ശരീരം മാറും. പ്രൈസ് ദി ലോർഡ്. ഈ അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടതായ ശരീരത്തിന് വ്യത്യാസം വരും. ഇത് തേജസ്സിന്റെ ശരീരമായി ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ തന്നെ ഈ മൺമയമായ ശരീരം വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ഹല്ലേലൂയ അത് തേജസ്സിന്റെ ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷത വരുമ്പോൾ ഈ ശരീരത്തിന് രൂപാന്തരം വന്നിട്ട് ഈ മർത്യമായതങ്ങ് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദ്രവത്വമായതങ്ങ് മാറുകയാണ്. ഇന്ന് സംഭവിക്കുക, സ്വർഗീയ ശരീരം നാം പ്രാപിക്കുക. അപ്പൊ ആ തേജസ്കരണത്തിന്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ടാമത്തെ സ്റ്റേജ് മുതൽ പാപം ചെയ്യുവാൻ കഴിയാത്തതായ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഒരു വ്യക്തി മാറ്റപ്പെടുകയാണ്. ഇപ്പോഴത്തെ സംബന്ധിച്ച് നാം എത്ര വചനം അനുസരിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും, പാപം ചെയ്യുവാൻ നിർബന്ധിതമാക്കുന്നതായ ഒരു ശരീരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം ചെയ്യാതിരിപ്പാനും കഴിയും എന്നുള്ളതായ സ്റ്റേജിലാണ്. എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു പോകാൻ സാധ്യതയുള്ളതായ ഒരു ശരീരത്തിലാണ്. പക്ഷേ കർത്താവിന്റെ ആ മേഘപ്രത്യക്ഷതയിൽ നാം എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വരുന്നതായ ആ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഈ ശരീരത്തിന്റെ ദ്രവത്വം മാറി, ആ ശരീരത്തിന്റെ പ്രൈസ് ദി ലോർഡ് ക്ഷണികത മാറി, ഭൗമികമായ ശരീരത്തിന് പകരം വിൺമയമായ ദൂതതുല്യമായ വിൺമയമായ ശരീരം നമുക്ക് ലഭിക്കാനായിട്ടിടയായിട്ട് തീരും. തേജസ്സിന്റെ രണ്ടാമത്തെ അനുഭവത്തിലേക്ക് നാം ഉയർത്തപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ അനുഭവത്തിലേക്ക് എന്താണെന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ അനുഭവം പ്രവാചകനായ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 10-ാമത്തെ വാക്യം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇത് പ്രൈസ് ദി ലോർഡ് പുതിയ നിയമഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെ ശുദ്ധീകരണം നടക്കുന്നതായ ഘട്ടമാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതായ നമ്മെ എന്ത് ചെയ്യും? കർത്താവ് പിതാവിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നതായ ഒരു ഘട്ടമുണ്ട് എന്ന് പഠിച്ചതാണ്. ആ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നതായ ഘട്ടം ഏതാണ്? പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഒഴുകുന്നതായ പളുങ്കുപോലെ പ്രകാശിക്കുന്ന ഒരു അഗ്നി നദി ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ നദിയിലേക്ക് തങ്ങളുടെ പ്രവൃത്തികളുമായി ഓരോരുത്തരായി ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ പണി നിലനിൽക്കുന്നതാണ് എങ്കിൽ തേജസ് പ്രാപിച്ചുകൊണ്ട് ആ പണി പ്രൈസ് നിലനിൽക്കുന്നതായ പണിയായി പൊന്ന് വെള്ളി വിലയേറിയ കല്ല് കൊണ്ടുള്ളതായ പണിയാണ് എങ്കിൽ അഗ്നി നദിയിൽ കൂടെ ഇറങ്ങി നാം അക്കരയ്ക്ക് കിടക്കുമ്പോ നാമും പ്രകാശിക്കും, നമ്മുടെ പ്രവൃത്തിയും പ്രകാശിതമായി തീരുവാനായിട്ടിടയാകും.
അപ്പൊ നല്ല പ്രവൃത്തി ചെയ്യുന്ന, നിലനിൽക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന, ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്യുന്ന, വചനപ്രകാരമുള്ളതായ പ്രവൃത്തി ചെയ്യുന്നതായ പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ആ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഏത്? പ്രൈസ് ദി ലോർഡ്. ആ ശോഭയുള്ളതായ ഘട്ടത്തിലേക്ക് കടക്കുവാനായിട്ടിടയായിട്ട് തീരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പിതാവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോഴുള്ളതായ ആ തേജസ്സാണ്. മുമ്പ് ആ രണ്ട് സന്ദർഭങ്ങളിലേക്കാളിലും തേജസ്സിന് വ്യത്യാസം വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പിതാവിന്റെ സന്നിധിയിലേക്ക് നാം എത്തിച്ചേരുമ്പോ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രതിഫലം തന്നുകൊണ്ട് നമ്മെ കുഞ്ഞാടിന്റെ കാന്തയായി നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഒരുക്കിയതായ ഒരുക്കമല്ല, കുഞ്ഞാടിന്റെ കാന്തയായി വിവാഹത്തിന് വേണ്ടി വിവാഹ പന്തലിലേക്ക് കടക്കുന്നതായ ഒരു നവവധു ഒരുക്കപ്പെടുന്നത് പോലെ നാം അവിടെ ഒരുക്കപ്പെടുവാനായിട്ടിടയായിട്ട് തീരും. അവിടെ നമ്മൾ കുഞ്ഞാടിന്റെ കാന്തയായി തീരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതുവരെ കഴിഞ്ഞ 3 ഘട്ടങ്ങളിൽ നാം പ്രാപിച്ചതായ തേജസ്സിനേക്കാൾ വീണ്ടും തേജസ് വർദ്ധിക്കുവാനായിട്ടിടയായി തീരും. അപ്പൊ തേജസ്സിന്റെ മേൽ തേജസ്സിന്റെ മേൽ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചവരായി 4ാം ഘട്ടത്തിലേക്ക് മാറി. ദൈവത്തിന് സ്തോത്രം. അപ്പോ കാന്തയായി, കർത്താവിന്റെ മണവാട്ടിയായി നാം ഒരുക്കപ്പെടുകയാണ്. കർത്താവിന്റെ കാന്തയായി ഒരുക്കപ്പെട്ട കർത്താവിനോടുകൂടെ മണിയറ വാസത്തിലായിരിക്കുമ്പോഴാണ് ഭൂമിയിലെ ആ മഹാപീഡനകാലം കഴിയുമ്പോ കർത്താവ് എന്ത് ചെയ്യുന്നത്? രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന, ഈ ലോകത്തിന്റെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത്. കർത്താവ് ലോകത്തിന്റെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോ കർത്താവിന്റെ കാന്തയായ നമുക്കും ആ പ്രത്യേകമായ അഭിഷേകം, എന്തിന്റെ അഭിഷേകം? അധികാരികളായി, പ്രൈസ്, വിധികർത്താക്കളായി, ജഡ്ജസായി മാറുന്ന ആ ഹല്ലേലൂയ തേജസ്സിന്റെ ആ അഭിഷേകത്തിലേക്ക് നാം കടന്നു വരുവാനായിട്ടിടയാകും. ആ അഭിഷേകം കൂടെ, ആ അഭിഷേകം നമ്മുടെ തലമേൽ വീഴുന്നത് കൊണ്ടാണ് നാം കർത്താവിനോടുകൂടെ മഹത്വ പ്രത്യക്ഷതയിൽ ഒലിവുമലയിലേക്ക് ഇറങ്ങി വന്ന് പിന്നെ കർത്താവ് യെരൂശലേമിൽ സിംഹാസനം വെക്കുമ്പോ നാമും കർത്താവിനോടുകൂടെ വാഴുന്നതായ, ഹല്ലേലൂയ, രാജാക്കന്മാരായി തീരുന്നതായ അനുഭവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോ കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്നതായ നാമും ആ അഭിഷേകം നിറയപ്പെടുന്നത് കൊണ്ട് നമ്മുടെ തേജസ് വീണ്ടും വർദ്ധിക്കുവാനായിട്ടിടയാകും. ഇങ്ങനെ 5 ഘട്ടത്തിലുള്ളതായ തേജസ് പ്രാപിച്ചതായ നാം എന്ത് ചെയ്യുകയാണ്? കർത്താവിനോടുകൂടെ ഭൂമിയിലേക്ക് വരികയാണ്. പീഡനം കഴിയുമ്പോൾ, മഹാപീഡ കഴിയുമ്പോൾ 7 വർഷത്തിന് ശേഷം മഹാരാജാവായ കർത്താവിനോടുകൂടെ നാം ഇറങ്ങി വരികയാണ്. എവിടെയാണ് വരുന്നത്? നാം വായിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, ഒലിവുമലയിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുമ്പോൾ കർത്താവിനോടുകൂടെ നാം ഇറങ്ങി വരുന്നതായ ആ വരവിന് വേണ്ടി ആര് കാത്തിരിക്കുകയാണ്? വായിക്കാം നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ തേജസ് പ്രാപിച്ചതായ ദൈവമക്കളായ നമ്മളുടെ ആഗമനം ഭൂമിയിലുള്ളതായ എല്ലാ സൃഷ്ടികളും കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ സൃഷ്ടികളെല്ലാം ഇതുവരെ ഒരു മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് മായ? എന്ത് അവസ്ഥയിലാണ് അവർ ഇപ്പോഴായിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവര് കീഴ്പ്പെട്ടിരിക്കുന്നതായ ഒരു പ്രതിഭാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കീഴ്പ്പെട്ടിരിക്കുന്നതായ ഒരു ജീവിത സംക്രമണമുണ്ട്, അല്ലെങ്കിൽ ഒരു, പ്രൈസ് ദി ലോർഡ്, ഒരു സർക്യൂട്ട് ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഈ ഭൂമിയിലുള്ളതായ സകല ജീവികൾക്കും ചരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങളാണ് ഈ ഭൂമിയിലുള്ളതായ സകല ജന്തുക്കളും
അവരവർക്ക് ദൈവം അവരവർക്ക് ലഭിച്ചത് അവരുടെ ഇഷ്ടത്താലല്ല, അവരുടെ ഇഷ്ടം കൂടാതെ അവരെ അടിമകളായി പോയതായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് ഈ സകല ജന്തുക്കളും ഇപ്പോൾ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ഏദനിൽ ജന്തുക്കളെ സൃഷ്ടിപ്പാനായിട്ട് അല്ലെങ്കിൽ മൃഗജാലങ്ങളെ സൃഷ്ടിപ്പാനായിട്ടിടയായി. മനുഷ്യനെ സൃഷ്ടിച്ചതായ അതേ ദിവസം തന്നെയാണ് ജന്തുക്കളെയും അല്ലെങ്കിൽ മൃഗവർഗങ്ങളെയും കർത്താവ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിപ്പാനായിട്ട് കഴിയും. ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയതായ ഒരു മൃഗങ്ങളും മറ്റു മൃഗങ്ങളെ ആക്രമിക്കുവാനോ മറ്റു മൃഗങ്ങളെ കൊല്ലുവാനോ ഉള്ളതായ സ്ഥിതിയിലായിരുന്നില്ല ദൈവം സൃഷ്ടിച്ചത്. സിംഹവും പുലിയുമെല്ലാം ഒന്നിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. കടുവയും ആനയും ഒന്നിച്ചാണ്. എല്ലാ വന്യമൃഗങ്ങളും ഒന്നിച്ച് സഹോദര തുല്യം ഏദൻ തോട്ടത്തിൽ പാർക്കത്തക്ക വിധത്തിലാണ് ദൈവം ജന്തുക്കളെ എല്ലാം സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതായ സസ്യാദികളും അതിന്റെ ഫലങ്ങളും തിന്നാനാണ് എല്ലാ ജന്തുക്കളുടെയും ശരീരഘടന ദൈവം സൃഷ്ടിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ മാംസഭുക്കുകളായി ഒരു ജന്തുക്കളും എവിടെ ഉണ്ടായിരുന്നില്ല? ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സിംഹത്തിന്റെ മുമ്പിൽ കൂടെ ഒരു മാൻ പോയാൽ മാൻ തിരിഞ്ഞു നിന്ന് അതാതിന്റെ ഭാഷയിൽ സിംഹവുമായി ഒരു കുശലപ്രസരം ചെയ്ത്, പ്രൈസ് ദി ലോർഡ്, അവരുടെ ഭാഷയിൽ ഒന്ന് കളിച്ച് തിമിർത്ത് ഒന്ന് പോകുക പതിവാണ്. സിംഹം മാനിനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലണമെന്നോ തിന്നണമെന്നോ ഉള്ള ആഗ്രഹം അതിന്റെ ജീവിതത്തിൽ വരികയില്ല. പ്രൈസ് ദി ലോർഡ്. പാമ്പ് തവളയെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് തവളയെ വിഴുങ്ങാനുള്ളതായ ഒരു പ്രവണതയും പാമ്പിനില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ജീവജാലങ്ങൾക്കും മറ്റു ജീവജാലങ്ങളെ തങ്ങൾക്ക് കീഴ്പ്പെടുത്തണമെന്നോ അതിനെ ആക്രമിക്കണമോ എന്നുള്ളതായ സ്വഭാവ വിശേഷത്തോടു കൂടി അല്ല യഹോവയായ ദൈവം ജന്തുക്കളെ ആദ്യം സൃഷ്ടിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. എന്താ സംഭവിച്ചത്? ഏദൻ തോട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് ദൈവ മക്കളായി നിർമ്മിക്കപ്പെട്ടതായ ആദമും ഹവ്വയും പാപം ചെയ്തു. ആദമും ഹവ്വയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോ അവരുടെ ശരീരത്തിൽ നിന്ന് തേജസ് മാറി. അവരുടെ ശരീരത്തിൽ നിന്ന് തേജസ് മാറി കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ് ജന്തുക്കളുടെ സ്വഭാവം വ്യത്യാസം വന്നു. പ്രൈസ് ദി ലോർഡ്. ആനയും കടുവയും തമ്മിൽ ശത്രുക്കളായി, സിംഹവും പുലിയും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ആക്രമണകാരികളായി. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം കീഴ്പ്പെടുത്തുവാനുള്ളതായ ത്വര എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടായി. തങ്ങൾ ബലവാനാണ് എന്ന് മനസ്സിലാക്കുന്നതായ ഒരു ജീവി ബലം കുറഞ്ഞതിനെ ആക്രമിക്കുവാൻ, അതിനെ ആക്രമിച്ച് തന്റെ ഇരയാക്കി മാറ്റുവാനുള്ളതായ ഒരു പ്രവണത ജന്തുക്കളിൽ കടന്നു വന്നു. ജന്തുക്കൾ എങ്ങനെ കടന്നു വന്നു? പ്രൈസ് ദി ലോർഡ്. ജന്തുക്കൾ കടന്നു വരുവാൻ കാരണം മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ്. ചിന്തിക്കണം. അപ്പം ഇങ്ങനെ ചോദിക്കും, മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് ജന്തുക്കൾക്ക് എങ്ങനെ വ്യത്യാസം വരുന്നത്? മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് മനുഷ്യന്റെ തേജസ് പോയി. മനുഷ്യന്റെ തേജസ്സാണ് മൃഗങ്ങളെ ആ സ്വഭാവത്തിൽ ആ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്. തങ്ങൾ അറിയാതെ, സിംഹത്തിന് എന്താണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ മാനിനെ കാണുമ്പോൾ അതിന്റെ മേൽ ചാടി വീഴുവാനുള്ളതായ ഒരു വലിയ ത്വര വന്നു. കാരണം അതിനെ നിയന്ത്രിച്ചിരുന്ന, അതിനെ കീഴ്പ്പെടുത്തിയിരുന്നതായ ദൈവ തേജസ് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അതിന്റെ അകത്തുണ്ടായിരുന്നതായ ആ മൃഗവാസന, അല്ലെങ്കിൽ അകത്ത് സാത്താൻ കൊടുത്തതായ മൃഗവാസന ഉണർന്നു. ഒന്നിനെ ഒന്ന് കീഴ്പ്പെടുത്തുവാനുള്ളതായ പ്രവണത വന്നു. അങ്ങനെ ഈ ലോകത്ത് ജന്തുവർഗങ്ങളുടെ ഇടയിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായി. ശ്രദ്ധിക്കണം, രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായി. ഏതാ? ഒരു ഗ്രൂപ്പ് ബലം ഉണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, മറ്റൊന്ന്
ബലഹീനമെന്ന് പറയുന്നതായ മറ്റൊരു ഗ്രൂപ്പ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മറ്റൊന്നിനു മുമ്പിൽ ഒന്നുകിൽ ബലം കൂടിയതായോ ബലം കുറഞ്ഞതായോ മാറുന്നതായ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ശക്തി കൂടിയതായ മൃഗത്തിന്റെ മുമ്പിൽ അതിനേക്കാൾ അല്പം ശക്തി കുറഞ്ഞത് അതിന്റെ ഇരയായി മാറുമ്പോൾ, ഈ അല്പം ശക്തി കുറഞ്ഞതായ മൃഗത്തിന്റെ മുമ്പിൽ അതിനേക്കാൾ ശക്തി കുറഞ്ഞതായ വേറൊന്ന് വരുമ്പോൾ രണ്ടാമത്തത് ബലമുള്ളതായും മൂന്നാമത്തത് ബലഹീനമായും തീരുന്നു. മൂന്നാമത്തതിനേക്കാൾ ബലഹീനമായ നാലാമതൊരുവൻ വരുമ്പോ മൂന്നാമത്തത് എന്ത് ചെയ്യുന്നു? നാലാമത്തവനേക്കാൾ ബലമുള്ളതായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വിവിധ സ്റ്റെപ്പുകളിൽ ഓരോന്നും ബലം കൂടിയതായും ബലം കുറഞ്ഞതായും മാറ്റപ്പെട്ടു. അങ്ങനെ ജന്തുവർഗത്തിന്റെ ഇടയിൽ വലിയൊരു വ്യത്യാസം വരുവാനായിട്ടിടയായി. രണ്ട് പ്രധാനപ്പെട്ടതായ ഘടകങ്ങൾ ജന്തുക്കളിൽ ഉണ്ടായി. ഒന്ന് കൊല്ലുവാൻ പ്രവണതയുള്ളതും മറ്റൊന്ന് ഇരയായി തീരുവാൻ നിർബന്ധിതമാക്കപ്പെടുന്നതുമായ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെയാണ് മനുഷ്യനിലും ഉണ്ടായത്. മനുഷ്യനിൽ ബലമുള്ളത് എന്ത് ചെയ്യുന്നു? ബലഹീനമായതിനെ ചൂഷണം ചെയ്ത് ആ ബലഹീനമായതിന്റെ ബലം കവർന്ന് ബലമുള്ളത് വീണ്ടും ബലവാനായി മാറുകയാണ്. അങ്ങനല്ലേ ഈ ലോകത്തിന്റെ പ്രവണത ഇപ്പോൾ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനമുള്ളവൻ ജ്ഞാനമില്ലാത്തവനെ ചൂഷണം ചെയ്ത് അവനിൽ നിന്ന് നന്മ അപഹരിക്കുകയാണ്. സാമൂഹിക ബലമുള്ളവൻ സമൂഹത്തിൽ ഭ്രഷ്ടനായവനെ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്ത് അവന്റെ നന്മ കൈക്കലാക്കുകയാണ്. മനുഷ്യരിലേക്കും ആ പ്രവണത വന്നു. അതിനേക്കാൾ ഭയാനകമായി ജന്തുക്കളിലേക്ക് ആ പ്രവണത വന്നു. പ്രൈസ് ദി ലോർഡ്. ജന്തുക്കൾക്കറിയാം ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനെയല്ല. ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അന്യോന്യം സ്നേഹിക്കുവാൻ, അന്യോന്യം കലഹിക്കാതിരിക്കുവാൻ, അന്യോന്യം ആക്രമിക്കാതിരിക്കുവാനുള്ളതായ നല്ലൊരു സ്വഭാവത്തിലാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. പക്ഷേ ഞങ്ങൾ അറിയാതെ മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. അവരറിയാത്തൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടു. അതാണ് മായ എന്ന് പറയുന്നത്. മനസ്സിലാക്കുവാൻ കഴിയാത്തതായ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ഈ ജന്തുക്കൾ മാറ്റപ്പെട്ടു. അവരെ മായയ്ക്ക് കീഴ്പ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 21ാമത്തെ വാക്യം വായിക്കുന്നത് മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. പ്രൈസ് ദി ലോർഡ്. ഒരു ജന്തുവും ഒരു മൃഗവും മറ്റൊന്നിനെ കൊല്ലുന്നത് മനഃപൂർവമായിട്ടല്ലെന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെയോ താൻ നിർബന്ധിതമാക്കപ്പെടുകയാണ്, ആക്രമിക്കുവാൻ നിർബന്ധിതമാക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം. ആരാ കീഴ്പ്പെടുത്തിയത്? ദൈവമല്ല. പ്രൈസ്. അവനെ കീഴ്പ്പെടുത്തിയത് സാത്താൻ. അവനെ കീഴ്പ്പെടുത്തി. സാത്താൻ അതിന്റെ ഭരണ ചുമതല ഏറ്റെടുത്തു. ഭരണ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ സാത്താന്യ മണ്ഡലം കൽപ്പന കൊടുത്തു, നീ അതിനെ കൊല്ല്, അത് മറ്റതിനെ കൊല്ല്, മൂന്നാമത്തത് നാലാമത്തതിനെ കൊല്ല്. ഇങ്ങനെ കൽപ്പന കൊടുത്തു. ആ കൽപ്പനയ്ക്ക് അവർ വിധേയരാകുവാൻ നിർബന്ധിതരായി. പ്രൈസ് ദി ലോർഡ്. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനയത്രേ. അപ്പോ 10 സ്റ്റെപ്പ് കഴിഞ്ഞ് 11ാമത്തെ ബലഹീനമായത് എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. അത് നിലവിളിക്കുകയാണ്, എന്ന് എനിക്ക് ഇതിനകത്ത് നിന്നൊരു മോചനമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാരമുള്ളതായ വണ്ടി വലിക്കുന്നതായ ഒരു പോത്തിനെ സങ്കല്പിക്കുക. അതിന് സർവശക്തിയും എടുത്ത് വണ്ടി വലിക്കുകയാണ്. പക്ഷേ വണ്ടി വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ മുതുകത്ത് ചാട്ടവാറടി വീഴുകയാണ്. അടി കൊള്ളാതിരിക്കാനായിട്ട് അത് അതിന്റെ ശക്തി മുഴുവൻ എടുത്ത് വലിക്കുന്നു. എങ്കിലും അതിനെ അടിക്കുകയാണ്. അടി കൊണ്ട് പോത്ത് നിലവിളിക്കുകയാ, ഇത് ഞാൻ കൊള്ളുവാൻ, ഈ അടി കൊള്ളുവാൻ ഞാൻ ഒരിക്കലും വിധിക്കപ്പെട്ടവനല്ല. ഈ അടിയിൽ നിന്ന് എനിക്കെന്ന് മോചനം വരും. പ്രൈസ് ദി ലോർഡ്. ഓരോ മൃഗവും മാന് സിംഹത്താൽ വേട്ടയാടപ്പെടുമ്പോൾ ആ ഓട്ടത്തിനിടയിൽ മാൻ നിലവിളിക്കുകയാ, എന്ന് എനിക്ക് ഈ ഓട്ടം എന്റെ ഓട്ടം എന്ന് നിലയ്ക്കും. സിംഹത്തെ കണ്ടാൽ ആ സിംഹം എന്നെ ആക്രമിക്കാതിരിക്കുവാനുള്ളതായ ദിവസം എന്ന് വരും. അത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാ. അതിനൊരു കാര്യം അറിയാം. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോ മനുഷ്യന്റെ തേജസ്
ദൈവത്തിന്റെ തേജസ് അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് എനിക്ക് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഈ മായയ്ക്ക് കീഴ്പ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ മേൽ ആ തേജസ് വരുന്നത് എന്നാണോ അന്ന് ഞാൻ ഈ മായയിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്ന് ഓരോ ജന്തുക്കൾക്കും അറിയാം. അതുകൊണ്ട് ആ ജന്തുവർഗങ്ങളെല്ലാം എന്തു ചെയ്യുകയാണ്? മനുഷ്യപുത്രന്മാരുടെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് പൗലോസ് മനസ്സിലാക്കിയിട്ടാണ് ആ 8-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വാക്യങ്ങൾ വളരെ ആഴമായി എഴുതിയിരിക്കുന്നത്. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് വിശദീകരണം തരാം. പ്രൈസ് ദി ലോർഡ്. ആ ജന്തുവർഗങ്ങൾക്ക് വരുന്നതായ മാറ്റം എന്താണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നാം ആണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഹല്ലേലൂയ പ്രാധാന്യമർഹിക്കുന്നത്. നമ്മിൽ ദൈവത്തിന്റെ തേജസ് വിളങ്ങുവാനിടയായാൽ ഈ പ്രപഞ്ചം ഹല്ലേലൂയ ദൈവത്തിന്റെ സമാധാനത്താൽ നിറയുവാനിടയാകും. ആകയാൽ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നതായ ആ തേജസ്സിലേക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ തേജസ്സിന്റെ പടി നമുക്ക് പൂർത്തീകരിപ്പാനിടയായിട്ട് തീരേണ്ടതിന് ദൈവവചനത്താൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കാം. ആ ദൈവവചന പഠനത്തിന് വേണ്ടിയാണ് ഇന്ന് രാത്രി ദൈവം നമ്മെ നിർബന്ധിക്കുന്നത്. അതിനുവേണ്ടി ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.